പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചക്ക വരട്ടിയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് നല്ല പഴുത്ത ചക്ക അരിഞ്ഞ് കുക്കറിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം നല്ലൊരു അടികട്ടിയുള്ള പാത്രമോ ഉരുളിയോ, ഞാനിവിടെ ഉരുളിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളിയിലേക്ക് പകർത്തി നല്ല തീക്കനലിലിട്ട് നന്നായിട്ട് വരട്ടി വെള്ളം വറ്റിച്ചെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര വെള്ളമൊഴിച്ച് നല്ല പാനിയാക്കിയ ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമ്മളിതിൽ നെയ്യോ ഏലക്ക പൊടിച്ചതോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം നമ്മളിത് പ്രിസർവ് ചെയ്ത് വെക്കാനാണ്, നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാ തവണയും എനിക്ക് അമ്മ ഇത് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇത്തവണയും വന്നപ്പോൾ ലീവിന് വന്നപ്പോൾ എനിക്ക് ചക്ക കിട്ടിയപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നന്നായിട്ട് വരട്ടിയെടുത്ത ചക്ക നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന പ്രവാസികൾക്കൊക്കെ ഇത് വളരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ട് ചൂടാറിയ ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് പോകുന്ന ദിവസം എടുത്ത് നമ്മുടെ ബാഗിൽ വെച്ച് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ എവിടേക്കാണോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എത്തും. അപ്പോൾ അത്യാവശ്യം ദൂര സ്ഥലത്തേക്കാണെങ്കിലും ഞാനിപ്പോൾ UK പോകുമ്പോൾ ഞാനിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം കൂടിയാണ്. ഇതുവരെ എനിക്ക് കേടായതോ ഞാൻ അവിടെ ചെന്നാൽ ഇത് കട്ടയായിട്ട് തന്നെയാണ് ഇരിക്കാറ്. അത് മെൽറ്റായി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രവാസികളായ സുഹൃത്തിനും വീട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ചക്ക ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.